ഇന്നൊരു ഡേ മൈ ലൈഫ് ചെയ്യാമെന്ന് വെച്ചിട്ട് കുറേ ആയി ഇങ്ങനെ ഡേ മൈ ലൈഫ് ചെയ്യണമെന്ന് ഇങ്ങനെ ഓർത്തിരിക്കുന്നു. അപ്പം നടക്കാറില്ല. അപ്പം ഒന്നാമത്തെ കേസ് ടൈം കിട്ടാറില്ല കേട്ടോ, അതാണ് നടക്കാത്തത്. അപ്പോൾ ഇതെന്തായാലും ചെയ്തേ ഉള്ളെന്ന് ഓർത്തു. അപ്പം ഞാൻ കാലത്ത് എണ്ണീറ്റു. അപ്പം എൻ്റെ ഒരു കാലത്ത് തൊട്ട് വൈകുന്നേരം വരെയുള്ള ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം ഞാൻ നേരെ കാലത്ത് എണ്ണീറ്റിട്ടുണ്ട്. എണ്ണീറ്റ് നേരെ പല്ല് തേച്ച് മുഖമൊക്കെ കഴുകി പിന്നെ നേരെ ചായ കുടിക്കാൻ പോയിട്ടോ. പിന്നെ ഇതെൻ്റെ ഒരു ഫുൾ വീഡിയോ ആദ്യത്തെ, അതുപോലെ എൻ്റെ ഡേ മൈ ലൈഫും ആദ്യത്തെ കേട്ടോ. അപ്പം അമ്മ അടുക്കളയിലുണ്ട്, പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തേജും തീറ്റും നല്ല ഉറക്കമായിട്ട് എണീറ്റിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തേജു ഉണരാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വേഗം കുളിക്കാൻ പോകുന്നു വെച്ചിട്ടോ. അവൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുളി താമസിക്കും. പിന്നെ അവൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുളിക്കാനുള്ള പരിപാടി നോക്കുക കേട്ടോ. അപ്പോൾ തലയിലൊക്കെ എണ്ണ തേച്ചു. ഞാനങ്ങനെ തലയൊന്നും അധികം എണ്ണ തേക്കില്ല കേട്ടോ. ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുള്ളൂ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ വാഷിംഗ് മെഷീനകത്ത് തുണി ഇടാനുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് വാഷിംഗ് മെഷീനകത്ത് ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ തീർത്ത് ഉണന്നിട്ടുണ്ടായിരുന്നു. തീർത്തുകൊണ്ട് കുറച്ച് നേരമായിട്ടോ. പിന്നെ അവളെ കുളിപ്പിച്ചു. ദേഹം കഴിയതോളം കുളിപ്പിച്ചില്ല കേട്ടോ. പിന്നെ തല കെട്ടി വെക്കുക കേട്ടോ. അവിടെ മുടി എന്ത് കേട്ടോ അവൾ സമ്മതിക്കത്തില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഒരു കണക്കിന് കേട്ടോ മുടി ഒന്ന് കെട്ടി വെക്കുന്നത്. അപ്പോൾ തീർത്തിൻ്റെ മുടി കുറച്ചാകുമ്പോൾ തന്നെ ഞാനൊന്ന് ഫ്രണ്ടൊക്കെ ഒന്ന് വെട്ടി വിടാറുള്ളതാണ്. ഇപ്പം പിന്നെ മുടിയെല്ലാം കൂടെ ഒന്ന് വളർന്നു വന്നിട്ട് എല്ലാം കൂടെ പിടിച്ച് കെട്ടാലോ എന്ന് ഓർത്തിപ്പം വെട്ടാറില്ല. അതുകൊണ്ട് എന്താ അവളിപ്പോൾ മുടി കെട്ടാനും സമ്മതിക്കത്തില്ല. പിന്നെ ഒരു കണക്കിന് പിടിച്ചിട്ടിട്ടാണ് കെട്ടുന്നത്. തേജു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനോട് വന്നിട്ട് കുറച്ച് നേരമായി. അപ്പോൾ അവന് ഇഡ്ഡലി കൊടുക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ കാലത്ത് ഇഡ്ഡലി ദോശയൊക്കെ നല്ല ഇഷ്ടമായിട്ട് കഴിക്കാൻ. അങ്ങനെ അവനുള്ള കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനും പിന്നെ ഇഡ്ഡലി നേരെ കഴിച്ചിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവനെ കുളിപ്പിച്ചുകൊണ്ട് വന്ന് ഡ്രസ്സൊക്കെ ഇട്ടു. പിന്നെ പൊട്ടൊക്കെ തൊടിയിച്ച് പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. ഇല്ലില്ല എന്താ പിന്നെ അടിച്ചു വരാൻ പോകും കേട്ടോ. അപ്പോൾ അവനെ കൊണ്ട് തന്നെ ഇവിടെ നടന്നാട്ടോ ഞാൻ അടിച്ചു വരുന്നത്. ഇല്ലെങ്കിൽ വെച്ചാൽ അവൻ ആ പൊടിയെല്ലാം വാരി എടുക്കട്ടെ നിലത്തുനിന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ തേജൂട്ടിന് ഉറങ്ങി കേട്ടോ. പിന്നെ അടുക്കള അമ്മ ഉച്ചയ്ക്കത്തിന് പപ്പടം പൊള്ളിക്കുന്നു. പിന്നെ ഉച്ചയ്ക്കത്തിനുള്ള പരിപാടിക്ക് അമ്മ നോക്കും കേട്ടോ. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ ജസ്റ്റ് അടുക്കളയിൽ നിന്ന് വന്നിട്ട് എനിക്കിവിടെ അടുക്കളയിൽ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല, അമ്മ തന്നെയാണ് ചെയ്യാറ്. പിന്നെ തേജ് ഉറങ്ങുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വന്നതിലൊക്കെ ചെയ്യും. അപ്പോൾ അത്രേ ഉള്ളൂ. അങ്ങനെ ഉച്ചയ്ക്കത്തേനുള്ള കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കത്തേന് മാങ്കറി ഉണ്ടായിരുന്നു, മീൻകൂട്ടൻ ഉണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂട്ടി ഞാൻ കഴിച്ചിട്ടു. അപ്പോൾ തേജ് ഉറക്കമല്ലേ. അപ്പോൾ തീർത്തുവിനെ വാരി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അവൾ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ അവൾ തന്നെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. തേജ് ഉണ്ടിട്ടോ അമ്മയുടെ കയ്യിലുണ്ട് തേജ്. പിന്നെ ഈ വെള്ളം ഞാൻ ഇങ്ങനെ കുടിക്കുന്നത് ഞാൻ മാത്രം കുടിക്കുന്ന ജഗ്ഗാട്ടോ. അത് ഞാനിങ്ങനെ വെള്ളം കുടിക്കുന്നത്. ഞാനിങ്ങനെ വെള്ളം ഇങ്ങനെ ജഗ്ഗിൽ ഒഴിച്ച് വെച്ചിട്ട് കുടിക്കുന്നത്. അതാകുമ്പോൾ എനിക്ക് കുടിക്കാൻ മടിയില്ലല്ലോ. പിന്നെ എനിക്ക് ഭയങ്കര മടിയാട്ടോ. ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടോ പിന്നെ തേജിനുള്ള ചോറ് കൊടുക്കാനായിട്ടോ. അവന് ചോറും പപ്പടവും കൂടെ കൂട്ടി കഴിച്ചോളൂ. അവന് നല്ല ഇഷ്ടമായിട്ടോ ചോറും പപ്പടവും കൂട്ടി കഴിക്കാൻ. അവന് പെട്ടെന്ന് കഴിക്കില്ല കേട്ടോ. കുറേ നേരം ഇങ്ങനെ പിടിക്കും കേട്ടോ അവന് കഴിക്കാൻ. വൈകുന്നേരം ആയപ്പം പിന്നെ മേലൊക്കെ കഴുകി അതൊക്കെ കഴിഞ്ഞ് ചായയും പിന്നെ ചക്കവറുത്തും ഉണ്ടായിരുന്നു കേട്ടോ. അതും കഴിച്ചിട്ടോ. പിന്നെ രാത്രിയായപ്പം ഞാൻ ചോറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം തേജുവിനും തീർത്തുവിനും ചോറ് കൊടുക്കാൻ. അപ്പം ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുന്ന കേട്ടോ. ഞാൻ വാരി കൊടുക്കുമ്പോൾ തീർത്ത് ഓടി വരും. അങ്ങനെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ തേജുവിനും തീർത്തുവിനൊക്കെ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇവിടെ രണ്ടുപേരും കൂടെ കിടന്ന് ഭയങ്കര കളിയായിരിക്കും കുറേ നേരത്തേന്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് കേട്ടോ. അങ്ങനെ തീർത്തും ഉറങ്ങി. അത് കഴിഞ്ഞ് തേജുവിനെ ഞാനിങ്ങനെ ഉറക്കാൻ കൊണ്ടുവന്ന കേട്ടോ. അവനിങ്ങനെ പെട്ടെന്ന് ഉറങ്ങുന്നില്ല കേട്ടോ. ഇത്ര നേരം പിടിക്കും ഉറങ്ങാൻ. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിരിക്കും. തേജുവിന് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിരുന്നിട്ട് അവൻ ഉറങ്ങുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഡേ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ. ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഡേ മൈ ലൈഫ്. പിന്നെ ആദ്യത്തെ ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനിയത്തെ വീഡിയോയിലൊക്കെ ശരിയാക്കാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. വീഡിയോസൊക്കെ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. സീ യു.